രാമന്റെ ഉറവിടം ജപ്പാൻ അല്ല, ചൈനയാണ്. ലാമിയാൻ എന്ന ചൈനീസ് നൂഡിൽസിൽ നിന്നാണ് രാമൻ രൂപം കൊണ്ടത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ജപ്പാനിലേക്ക് കുടിയേറിയ ചൈനീസുകാരുടെ കൂട്ടത്തിൽ ഈ ഭക്ഷണം ജപ്പാനിലെത്തുകയായിരുന്നു. ജപ്പാനിലേക്ക് കുടിയേറി പാർത്ത ഈ ചൈനക്കാർ ജാപ്പനീസ് തുറമുഖങ്ങളായ യോക്കോഹാമ പോലുള്ള നഗരങ്ങളിൽ ചൈനീസ് നൂഡിൽ ഷോപ്പുകൾ ഇട്ടു. അതിന് രാമേൻ എന്ന പേര് വീഴുകയും ചെയ്തു. ഇതിനു മുന്നേ ഞങ്ങൾ ക്ലിയർ സൂപ്പ് രാമനും മിസോ സൂപ്പ് രാമനും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും വാഗ്യു ബീഫ് രാമൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. വാഗ്യു ബീഫ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബീഫാണ്. ഒരു വാഗ്യു കന്നുകാലിക്ക് 24 ലക്ഷം രൂപ മുതൽ 26 ലക്ഷം രൂപ വരെയാണ് സാധാരണയായി കണ്ടുവരുന്നത്. വാഗ്യു ബീഫിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ രാമൻ എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ വന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ ഫുഡിന്റെ ഒക്കെ ക്ഷാമം നേരിട്ടു. ഇതിന് പരിഹാരമായിരുന്നു രാമൻ. അന്ന് അമേരിക്കൻ ഗോതമ്പ് കൊണ്ട് നിർമ്മിച്ച നൂഡിൽസ് ഉണ്ടെങ്കിൽ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആഹാരമായിരുന്നു രാമൻ. അങ്ങനെയാണ് പിന്നീട് രാമൻ പ്രചാരത്തിലെത്തിയത്.